ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ട്യൂഷൻ സെന്റർ ലോബികളുമായി വിദ്യാഭ്യാസ വകുപ്പ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശക്തമാകുന്നു. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളും CPM അനുഭാവികളായിട്ടുള്ള വിദഗ്ധരുമാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആരോപിക്കുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം വലിയ വിവാദമായിരിക്കെ ഇതിന് പിന്നിൽ ഒരു ലോബി തന്നെയുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഇതിൽ ഈ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് പ്രത്യേകമായി ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളാണ് എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദം നടക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നാൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് ഇടതുപക്ഷ സംഘടനകളുടെ അനുഭാവികൾ മാത്രമാണ് എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാം, ചില യൂട്യൂബ് ചാനലുകളിലടക്കം ഈ ചോദ്യപേപ്പറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ വളരെ വ്യക്തമായി നൽകിയിരുന്നു. ആ ചോദ്യപേപ്പർ തന്നെയാണ് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നത്. അതിനെതിരെ ഈ യൂട്യൂബ് ചാനലുകളും വിശദീകരണവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെ പോലും കച്ചവടവൽക്കരിക്കുന്ന, രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഈ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമായും കുട്ടികളുടെ ഭാവി മുൻനിർത്തി പരീക്ഷകൾ വെക്കുന്നു. ആ പരീക്ഷയിൽ വരെ അട്ടിമറി നടത്തുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അതിൽ പ്രധാനമായും ദേശീയ അധ്യാപക പരിഷത്ത് ഉന്നയിക്കുന്നത് ഈ ഇടതുപക്ഷ സംഘടനകളുടെ ആളുകളെ മാത്രം, പ്രതിനിധികളെ മാത്രം ഈ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് വിനിയോഗിച്ചിരിക്കുന്നു. അതിൽ മറ്റ് സംഘടനകളുടെ ആളുകളെ കയറ്റുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട രോഹിണി വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ, ശരി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ഒരു പാർട്ടിയുടെ മാത്രം പ്രതിനിധികളെ വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതാണ് ദേശീയ അധ്യാപക പരിഷത്ത് അക്കാര്യത്തിലാണ് വിമർശനം അറിയിക്കുന്നത്.